സാലറി വരുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം ക്യാഷ് സേവ് ചെയ്യൽ തന്നെയാണ്. ₹1.5 lakh 2025 ഡിസംബർ ആയപ്പോൾ ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഞാൻ സേവ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാനിതൊരു വലിയ എമൗണ്ട് അല്ല അറിയാം, എന്നാലും എന്നെപ്പോലെ ഒരാൾക്ക് ഇതൊരു ബിഗ് എമൗണ്ട് ആയിരുന്നു കേട്ടോ. അതായത് റിക്കറിങ് ഡെപ്പോസിറ്റ് വഴിയാണ് ഞാൻ ഫണ്ട് സേവ് ആക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ സേവിങ്സ് തുടങ്ങുന്നത് 2020 ഡിസംബറിലായിരുന്നു. അന്നെനിക്ക് ജോബൊന്നും ഉണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് തരുന്ന ക്യാഷിൽ നിന്ന് ഒരു 1000 രൂപ എല്ലാ മാസവും മാറ്റി വയ്ക്കുക. അങ്ങനെ 5 വർഷത്തേക്കാണ് ഞാൻ റിക്കറിങ് ഡെപ്പോസിറ്റ് ചേർന്നിട്ടുണ്ടായിരുന്നത്. എല്ലാ മാസവും നമ്മൾ 1000 റുപ്പീസ് അടയ്ക്കണം. സമയം വളരെ പെട്ടെന്ന് കടന്നുപോയി. 2025 ഡിസംബറിൽ എനിക്ക് 80K റുപ്പീസാണ് കിട്ടിയത്. 60K ആണ് ഞാൻ അടച്ചിട്ടുള്ളത്. ബാക്കി 20K എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആയിരുന്നു. അതായത് ഞാനൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് റിക്കറിങ് ഡെപ്പോസിറ്റ് ചേർന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ. സോ 60K അടച്ചു, 80K റിട്ടേൺ കിട്ടി. ആൻഡ് ഇത് കിട്ടുന്നതിൻ്റെ ഒരു വർഷം മുന്നേ ഞാൻ മറ്റൊരു റിക്കറിങ് ഡെപ്പോസിറ്റും കൂടെ സെയിം കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. ഒരു 5000-ൻ്റെ ആയിരുന്നു അന്ന് എനിക്ക് ജോബ് ഉണ്ടായിരുന്നു. അത് ഒരു വർഷത്തെ ആയിരുന്നു. 12 മാസം നമ്മൾ 5000 രൂപ വെച്ച് അടയ്ക്കണം. അങ്ങനെ 60K നമ്മൾ ടോട്ടൽ പേയ്മെൻറ്റ് ചെയ്യും. 63K നമുക്ക് റിട്ടേൺ ലഭിക്കും. അങ്ങനെ രണ്ടും കൂടെ കൂട്ടിയിട്ട് 2025 ഡിസംബർ ആയപ്പോഴേക്കും 1.43 lakh സേവ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് മനസ്സിലുള്ള കാര്യം, ഹാബിറ്റാണ് ഇമ്പോർട്ടൻറ്റ്. അതായത് സാലറി വരുമ്പോൾ ആദ്യം ഒരു എമൗണ്ട് സേവ് ആക്കി വയ്ക്കുക, ബാക്കി സ്പെൻഡ് ആക്കുക. പലതുള്ളി പെരുവെള്ളം എന്ന് പറയില്ലേ. സോ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ആദ്യത്തെ സേവിങ്സ് സ്റ്റാർട്ടാക്കുക. ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും കുഴപ്പമില്ല. ഒരുപാട് വർഷം കഴിയുമ്പോൾ നമുക്കതൊരു വലിയ എമൗണ്ടായി കയ്യിൽ കിട്ടും. കാരണം വർഷങ്ങൾ പെട്ടെന്ന് കടന്നു പോകും. അന്ന് നമുക്കത് വളരെ യൂസ്ഫുള്ളായിരിക്കും.